ഇത് നമ്മുടെ കിളിക്കൂടാണ്. അപ്പോൾ ഇതിൽ ഈടായിട്ടൊരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഒരു 5-6 കിളികളെ മിസ്സായിട്ടുണ്ട്. കിളികളെ തൂവലൊക്കെ ഉണ്ട്, പക്ഷേ മറ്റ് ഭാഗങ്ങളൊന്നും നമുക്ക് കാണാനില്ല. അപ്പോൾ എന്താണ് സംഭവം എന്നൊരു ഐഡിയയും കിട്ടണില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ വർക്ക് മൊത്തത്തിലൊന്നേ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് ഗ്രീനറി കൂടുതലാണ് കൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയൊതുക്കി എന്താണ് ഈ പ്രശ്നം, ഏത് വഴിയാണ് ഈ പ്രശ്നം വരുന്നതെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ കിളികൾ വീട്ടിലുള്ളവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഈ പാമ്പിൻ്റെ ശല്യം, ചേര, അതുപോലെ എലി, പുറത്തുനിന്നുള്ള കിളികളെ അറ്റാക്ക്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൽ ഏതാണ് എന്താണെന്നൊരു ഐഡിയ ഇല്ല. ഉള്ളിലേക്ക് കയറാൻ തന്നെ ചിലപ്പോൾ ചില സമയങ്ങളിൽ വീട്ടുകാർക്ക് പേടിയാണ്. അപ്പോൾ മൊത്തം വൃത്തിയാക്കിയിട്ട് എന്താണ് നമ്മളെ കിളിക്കൂട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യുക. ഒരു 10-11 വർഷമായിട്ട് കിളിയും കൂടും ഒക്കെ ഉള്ളതാണ്. ആദ്യം ചെറിയ കൂടായിരുന്നു, പിന്നീടാണ് വലുതാക്കിയത്. ഇത് പലരും പറയും പാമ്പ് വരില്ല, ചേര വരില്ല, ബുദ്ധിമുട്ടല്ലേ, പ്രശ്നമില്ലേ എന്നൊക്കെ. പക്ഷേ എന്തോ ഇതിനോട് ഒഴിവാക്കാനേ ഒരു മനസ്സ് വരുന്നില്ല. വീട്ടിൽ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ അല്ലേ. പലരും പല അഭിപ്രായങ്ങൾ പറയും, കൂട്ട് ഇങ്ങനെ അടച്ചിട്ട് വളർത്താൻ പാടില്ല, അവർ പാറി നടക്കേണ്ടതല്ലേ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ആദ്യമൊക്കെ വന്നിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ചെറിയ കൂടൊക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം വലിയ കൂടാണ് ഇപ്പോൾ. ഏകദേശം ഒരു 4-5 മീറ്റർ ഹൈറ്റ് ഉണ്ട് കൂടിന്. അതുപോലെ തന്നെ 10 മീറ്റർ നീളം, 3 മീറ്റർ വീതി, ഇങ്ങനെയുള്ള കൂടാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പാറി നടക്കാനും ഒക്കെ പറ്റുന്ന കൂട് തന്നെയാണ്. ഡയമണ്ട് ഡോവ് ഉണ്ട്, ഫിഞ്ചസ്, അതുപോലെ സൺകനൂർ 2 പേരുണ്ട്. ഒന്ന് സൺകനൂറും ഒന്ന് മറ്റേതാണ്, എന്താ പേര് കിട്ടണില്ല, മറന്നുപോയിട്ടോ. പിന്നെ അതിൽ ഫിഞ്ചസൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായി. ഇനി ആകെ ഒരു പീസേ ഉള്ളൂ. 3 പേരുണ്ടായിരുന്നു, അതിലിഞ്ഞൊരു പീസേ ഉള്ളൂ. 5 പീസ് മിസ്സിങ് ആണ്. അതുപോലെ തന്നെ ഡയമണ്ട് ഡോവ് ഒരു 22 പീസോളം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇനി 16-17 പീസുള്ളൂ. അപ്പോൾ അത്രയും കിളികൾ മിസ്സായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് അറിയണില്ല. പകലും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല, രാത്രിയിലാണ്. അപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നും കയറി വരാനുള്ള ഗ്യാപ്പുകളൊന്നുമില്ല. കാരണം അത്രയും നൈസായിട്ടുള്ള, അത്രയും ചെറിയ നെറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളൊക്കെ ഡബിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല. ഏതായാലും മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ഒന്ന് അരിച്ച് പെറുക്കിയാൽ ഉള്ളിലെന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ കാണാമല്ലോ. പുറത്തുനിന്ന് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് അതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഉള്ളിലുള്ള ഗ്രീനറികളൊക്കെ ഒന്ന് കുറേ തൈകൾ നിലത്തന്നെയാണ് ഫുള്ള് പ്ലാന്റ് വെച്ചിട്ടുള്ളത്. പക്ഷെ കുറേ നിലത്തിങ്ങനെ പടർന്ന് കിടക്കണതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ചോട്ടിൽ എന്തെങ്കിലും വന്ന് കിടന്നാൽ പോലും നമുക്ക് കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള തൈകളൊക്കെ ഒഴിവാക്കിയിട്ട് മുകളിലേക്ക് പൊന്തുന്ന മരങ്ങൾ കൂടുതൽ വെച്ചത് അവർക്കിങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ളൊരിത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ മുകളിലേക്കുള്ള മരങ്ങളായിട്ടുള്ളതൊക്കെ നിർത്തിയിട്ട് അടിയിലുള്ള പരന്ന് കിടക്കുന്ന ഇതൊക്കെ ഒഴിവാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗപ്പി പോണ്ടുണ്ട്. അപ്പോൾ അത് ആദ്യമൊക്കെ ക്ലിയറായിട്ട് പോയിരുന്നു. പിന്നെ അതിൽ നമ്മൾ ഈ ബാമ്പ് വെച്ചിരുന്നു വെള്ളത്തിലിടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ആകെ കാട് പിടിച്ച അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടേ ഗപ്പി പോണ്ട് വേണ്ട. കാരണം കിളികൾ കുഞ്ഞുങ്ങളാവുമ്പോൾ അതിൽ വീണ് ചാവണുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കുറച്ച് മുമ്പൊക്കെ ആയിട്ട് കണ്ടിരുന്നു. അപ്പോൾ ആ പോണ്ടൊന്നും എന്നാണ്ട് ഒഴിവാക്കണം.
എന്തിനാ പാറി കളിക്കണ്? ഒരു ഭാഗത്ത് നിന്നൂടെ? അപ്പോൾ നമ്മുടെ കിളികൾ മിസ്സായിരുന്നത് ഒരു എലി കൂട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്ത് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല എലി ഉള്ളത്. കാരണം ഇനി എങ്ങനെ കയറി എന്നറിയില്ല. പക്ഷേ എലി കിട്ടിയപ്പോൾ അത്യാവശ്യം വലിയ എലിയാണ്. പുറത്ത് കിടക്കാൻ പറ്റാത്തൊരു അത്രയും വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ അത് ഒളിച്ചിരുന്നത് ഞാൻ ഒരു പ്രാവശ്യം വയനാട് പോയപ്പോൾ മറ്റേ ഈ റോഡ് സൈഡിലുണ്ടാവുമല്ലോ ഷോപ്പുകൾ, അതിലുണ്ടല്ലോ ഈ കിളിയുടെ കൂട്, ഈ ചവിരി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു കുരുവിക്കൂട് പോലത്തെ ഒരു ഇത്, അങ്ങനത്തെ ഒരു കൂട് ഞാൻ ഈ കൂട്ടിൽ ഹാങ് ചെയ്തിട്ടിരുന്നു മുകളിൽ ടോപ്പിൽ. അപ്പോൾ അതിലാണ് സ്റ്റേ ചെയ്യണത്. പകൽ ഫുള്ള് ഉറങ്ങിയിട്ട് രാത്രി ഇറങ്ങുകയാണ്. അപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ആ സമയത്ത്. ഇതേപോലെ ഒന്നും താഴെ ഭാഗത്തൊന്നും കണ്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ മറ്റുള്ള കൂടുകളൊക്കെ ഒന്ന് കോണി വെച്ച് കയറിയൊക്കെ നോക്കി. പക്ഷേ ഇതൊന്നും ഇല്ല. അപ്പോൾ ഇത് സെൻറ്ററായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കൂടായതുകൊണ്ട് അത്ര ശ്രദ്ധ അതിലേക്ക് പോകില്ല. അപ്പോൾ അത് ജസ്റ്റ് വടിയെടുത്തിട്ടൊന്നിങ്ങനെ ഒന്ന് ആട്ടി നോക്കിയപ്പോൾ അതിൽ നിന്നാണ് ചാടിയത്. അപ്പോൾ അത് ചാടലും അതിനടിച്ച് തൂഫാനാക്കലൊക്കെ കൂടിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുള്ള ആളുകളൊക്കെ ഇവർക്ക് നെസ്റ്റ് ബോക്സൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളെ കണ്ണെത്തുന്ന വിധത്തിൽ ഓപ്പൺ ആയിട്ടുള്ള ബോക്സ് നമുക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ എലി കയറാം, പാമ്പ് കയറാം, അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വന്ന് കയറാം. അപ്പോൾ ഇതുപോലെ കൂടും കാര്യങ്ങളും കിളികളൊക്കെ ഉള്ളവരൊക്കെ ആവിധ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ നല്ല പൈസ കൊടുത്ത് നല്ല റേറ്റ് കൊടുത്ത് മേടിക്കുന്ന കിളികളാണ്. അപ്പോൾ അതൊക്കെ മിസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമില്ല. പിന്നെ അത് ഒന്നോ രണ്ടെണ്ണം പാറിപ്പോവുകയാണെങ്കിൽ അത് പാറിപ്പോയെന്ന് വിചാരിക്കും. പക്ഷെ ഇത് തീരണില്ലേ പ്രശ്നങ്ങളെ. ഇത് ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോൾ ഒരു കിളി അല്ലെങ്കിൽ രണ്ട് കിളിയൊക്കെ ആയിട്ട് മിസ്സാവുക. എന്നാൽ അതിൻ്റെ തൂവലും കാര്യങ്ങളൊക്കെ കൂട്ടിൻ്റെ ഉള്ളിലുണ്ടേനും. അപ്പോൾ എല്ലാം കൂടി ക്ലിയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു പരിധി വരെയൊക്കെ നമുക്ക്, കാരണം ഇതിനെ അത്രയും ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും ഇതിനെ ഒഴിവാക്കാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. അതൊക്കെയാണ് പറയാനുള്ളത്.
അച്ചു